അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല തിക്കായ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ്. നെയ്ച്ചോറിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന കോഴിക്കറിയുടെ അതേ രുചി തന്നെയായിരിക്കും ഈ ചിക്കൻ കറിക്കും ഉള്ളത്. എങ്ങനെയാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മസാല പിടിച്ചതിന് ശേഷം ഇത് 30 മിനിറ്റോളം അടച്ചു വയ്ക്കുക. ഇനി ഞാൻ കറി ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് ഒരു 2 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കറിയിൽ കിടന്നത് വീണ്ടും വേവേണ്ടതായിട്ടുണ്ട്. അതിനാൽ കുറച്ച് സമയം മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി. ഏകദേശം 2 മിനിറ്റ് നേരം. ഈ ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ 3 സവാള ചേർക്കുക. ഈ സവാള വഴന്നു വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം പാൻ അടച്ച് വയ്ക്കുക. പാൻ തുറന്നതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഇളക്കുക. മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ നന്നായി വേണം ഇളക്കേണ്ടത്. നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവയെല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ അടച്ചു വയ്ക്കാം. അതിനു മുന്നേ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കുക. ഇനി മസാലയും ചിക്കൻ കഷ്ണങ്ങളും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നോക്കിയേ, നല്ല ചാറോട് കൂടിയ ചിക്കൻ. ഇങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 2 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം
അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും 1 മിനിറ്റ് മിക്സ് ചെയ്യുക. വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചാറ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി പാൻ അടച്ച് വയ്ക്കുക. ഒരു 20 മിനിറ്റോളം ചിക്കൻ ഇങ്ങനെ കിടന്ന് വേകേണ്ടതായിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക. നല്ല കൊഴുത്ത തിക്ക് ചാറോട് കൂടിയ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്.